ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഒരു വാഷിംഗ് മെഷീൻ്റെ വർക്കിംഗ് മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഇതുപോലെ കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതിനെ നമ്മൾ ഒരു നിശ്ചിത അളവിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് സ്കെയിൽ എടുക്കുക, അതുപോലെ പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന നിലക്കാണ് ഞാനിപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. നാല് പീസുകളും കൂടി ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചതുരാകൃതിയിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തൊരു ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം. ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട്. കോമ്പസ് ചൂടാക്കിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആ ലീഫും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാറ്ററി കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബാറ്ററി കൊടുക്കാൻ പോവുകയാണ്. സംഭവം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. ഇതിൻ്റെക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ ഏകദേശം അടക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു റൗണ്ടായിട്ട് ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്ലാസ് പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ അതേ അളവിൽ തന്നെ ഗ്ലാസ് പേപ്പർ മുറിച്ചെടുക്കാം. ഇപ്പം എന്ന് പറയുന്നത് ഇതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനായിട്ട് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ചാർട്ട് പേപ്പർ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഈ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു അളവ് സൈഡ് കിട്ടുന്ന വിധത്തിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ ഡോർ ഏകദേശം ആക്കിയിട്ടുണ്ട്. ഡോറിന് അതുപോലെ ഒരു ചെറിയൊരു പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഏകദേശം റെഡിയായി. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വാഷിംഗ് മെഷീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്. ഈ തുണികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററി ആയിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം.
ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ വെക്കാത്തതുകൊണ്ട് നല്ലൊരു വൈബ്രേഷൻ ഉണ്ട്. നന്നായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീൻ്റെ വർക്കിംഗ് മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലം വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ടാൽ അതുവരെ ഗുഡ് ബൈ.